അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കർ മത്തിയാണ്. ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ പൊരിക്കുന്നതിനേക്കാളും കറി വെക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കുക്കർ മത്തിക്ക്. അപ്പം മസ്റ്റ് ട്രൈ, എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ ഇനിയും മത്തി കിട്ടുവാണെങ്കിൽ വെക്കാൻ ഇൻഷാ അല്ലാ എന്തായാലും വെക്കും. അപ്പം മത്തി ആദ്യം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മത്തിക്കറി, മത്തി പൊരിച്ചത് അങ്ങനെയൊക്കെയാണ് സാധാരണ വെക്കൽ. അല്ലെങ്കിൽ മത്തി പീര, മത്തി തേങ്ങ അരച്ച് വെക്കും, മുളകിൽ വെക്കും, അങ്ങനെയാണ് വെക്കൽ. പക്ഷേ ഇത് നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കുന്ന പോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് അരപ്പ്, പച്ചക്കുരുമുളക്, ചെറിയൊരു ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് കറിവേപ്പിലയും ചേർത്ത് പേസ്റ്റാക്കി എടുത്താണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിലോട്ട് പിന്നെ ഒരു വലിയ സവാള, അതായത് ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ പുരട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കുക്കറിലോട്ട് വെക്കുന്നത്. കുക്കറിൽ ഓയിൽ ഒഴിച്ച് ഒരു കറിവേപ്പില തണ്ടോടുകൂടി ഇട്ട് കൊടുത്തിട്ട് മത്തിയൊക്കെ നിരത്തി വെച്ച് ഒറ്റ വിസിലടിക്കുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പം പുരട്ടി വെച്ചിരിക്കുന്ന മത്തിയൊക്കെ കുക്കറിലോട്ട് ഇടുന്നുണ്ട്. ഇത് പച്ച മസാല തേച്ചതുകൊണ്ട് അത്ര കളറില്ല, പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഞാൻ മസാലയൊക്കെ ഇടുന്നുണ്ട്. ബാക്കി വന്ന മസാല ഇതിൻ്റെ മുകളിലോട്ടിട്ട് സവാള അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിൻ്റെ മുകളിലോട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിലാണ് അടുപ്പിക്കുന്നത്.